Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 6th സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പേപ്പറാണ് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്നാ പിടിച്ചോ. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിക്സ് പലപ്പോഴും വരാറുള്ളതാണ്. റിപ്പീറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ് നിർബന്ധമായും പഠിക്കുക. ദെൻ various ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിൽ തന്നെയുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എലമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യം. ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എലമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യം. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പലപ്പോഴും മാറി മാറി വരാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കാം. നെക്സ്റ്റ് സെബീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരാറ്. റോൾ ഓഫ് സെബിയുടെ റോള്, അതിൽ എസ്പെഷ്യലി ഇൻവെസ്റ്ററെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സെബി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ ചില സമയത്ത് എടുത്ത് ചോദിക്കാറുള്ളത് ഇൻസൈഡർ ട്രേഡിങ് എന്താണ്, സെബി എന്തൊക്കെ മെഷേഴ്സാണ് അത് പ്രോഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറ് എന്നുള്ളത്. മെഷേഴ്സ് ടേക്കൺ ബൈ സെബി for the prohibition of insider trading. അപ്പോൾ സെബീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് മൊഡ്യൂളിലുള്ള മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്കോഴ്സ്. അത് ചില സമയത്ത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. സ്കോഴ്സ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ നമ്പർ 5 നിന്ന് എപ്പോഴും ഒരെണ്ണം ഇടാറുണ്ട്. അതിൽ സെബിയാണ് കൂടുതൽ കണ്ടുവരാറ്. ചില സമയത്ത് സ്കോഴ്സും ഇടാറുണ്ട് കേട്ടോ. ഇനി മൊഡ്യൂൾ നമ്പർ 3 നിന്ന് 2 ടോപ്പിക്സ് മാറി മാറി എപ്പോഴും ഇടുന്നതാണ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്, അതിൽ EIC ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അനാലിസിസ്, അതിൻ്റെ EICയുടെ ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, EIC അനാലിസിസ് നിർബന്ധമായും പഠിക്കണം. ഇനി ആ ഒരു ചാപ്റ്ററിലുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ നമ്മളതിൽ യൂസ് ചെയ്യുന്ന ചാർട്ട്സ്, പാറ്റേൺസ്, മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ അതിൽ നിന്ന് കണ്ടിട്ടുള്ളത്. ചാർട്ട്സ് ആൻഡ് പാറ്റേൺസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ നമ്പർ 3 നിന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ്. അപ്പോൾ ഈ പറഞ്ഞ 5 ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഇത് പലപ്പോഴും മാറി മാറി ഇടാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 ലഭിക്കും. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ചില ചോദ്യങ്ങൾ ഇപ്പോൾ 3 വർഷമൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഇടുന്ന ചില ചോദ്യങ്ങളുണ്ട്.
അപ്പോൾ അങ്ങനെ കണ്ടുവരാറുള്ള 1-2 ടോപ്പിക്സിലോട്ടാണ് പോകുന്നത്. ലാസ്റ്റ് 2 വർഷമൊക്കെ ആയിട്ട് എസ് എ ആയിട്ട് പ്രോബ്ലംസ് ഇടുന്നില്ല. എപ്പോഴും കമ്പൽസറി ഒരു എസ് എ പ്രോബ്ലം ഉണ്ടാവാറുള്ളതാണ്. അപ്പം അങ്ങനെ പ്രോബ്ലം ആയിട്ട് കണ്ടുവരുന്നത് പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കോവിറ്റ്സിൻ്റെ ആ വലിയ ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. അത് പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് കാണുന്നില്ല. അതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ തരാനുള്ള. അതുപോലെ തന്നെ അതിൽ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയുടെ തിയറി. ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്താണ്? ഹൗ ആൻ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ക്യാൻ സെലക്ട്. അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. then അതിൻ്റെ കൂടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാർക്കോവിറ്റ്സിൻ്റെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയും കണ്ടിട്ടുണ്ട് കേട്ടോ. മാർക്കോവിറ്റ്സിൻ്റെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ചാപ്റ്ററിലാണ് ഫ്രോണ്ടിയർ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോർട്ട്ഫോളിയോയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇടുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞ പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ പ്രോബ്ലം. പിന്നെ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എങ്ങനെയാണ്, എന്താണ്, അതെങ്ങനെ സെലക്ട് ചെയ്യാം, മാർക്കോവിറ്റ്സ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. റിസ്ക് ഓഫ് സെക്കൻഡ് മൊഡ്യൂളിലുള്ളതാണ്. റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട്. ഇതാണ് മറ്റൊരു സജഷൻ നൽകാനുള്ള. ലാസ്റ്റ് ഒരു ചോദ്യം കൂടിയും പറയുന്നു. ഇന്റർമീഡിയറീസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്റർമീഡിയറീസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 3 ചോദ്യങ്ങൾ അങ്ങനെ റിപ്പീറ്റ് അല്ല, ബട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു 5 ചോദ്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് 2 കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ബേസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എലമെൻറ്റ്സ്, പിന്നെ സെബി, ദെൻ സ്കോഴ്സ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, അതിൽ EIC നോക്കണം, പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ പ്രോബ്ലം, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ, മാർക്കോവിറ്റ്സ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ, റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട്, ഇന്റർമീഡിയറീസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.